യാത്ര പോയിട്ട് കുറേ മാസങ്ങളായി. എഡിറ്റ് ചെയ്ത് ഇടാനായിട്ട് പറ്റാതെയാണോ, മടി പിടിച്ചിരുന്നതാണോ? ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. നമുക്ക് മടിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ മടി പിടിച്ചങ്ങ് ഇരിക്കും. പോകുന്നത് വാഗമണ്ണാണ്. പള്ളിക്കാർ റോഡാണ് പോകുന്നത്. അതൊരു എൻജോയ്മെൻ്റ് ആണ് കേട്ടോ. നമ്മുടെ കൂടെ ഒത്തിരി പേരുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസം കേട്ടോ. കുരിശുമലയിൽ പോയി കുറച്ചേ പോയുള്ളൂ. മൊത്തം ഒന്നും കയറാൻ പോയില്ല, കാരണം കുഞ്ഞൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ മൊത്തം കയറിയില്ല. കുറച്ച് ഭാഗമൊക്കെ കയറിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു സീനാണ്. കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം ചൂടും ഒക്കെ ഉണ്ടായിരുന്നു, എന്നാലും നമുക്ക് സഹിക്കാൻ പറ്റുന്ന പോലെയായിരുന്നു. അത് കഴിഞ്ഞ് ഒരു നാരങ്ങ വെള്ളവും ഒരു തൊപ്പിയൊക്കെ അവിടെ ഒന്നും മേടിച്ചില്ല, വേറെ ഇവിടെ നിന്നൊക്കെയോ മേടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് അടി നിർബന്ധമാണല്ലോ, എന്നാലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇതാണ് ഞങ്ങൾ വന്ന ബസ്, ടൂറിസ്റ്റ് ബസ്സല്ലേ. ടൂറ് പോകുമ്പോൾ ടൂറിസ്റ്റ് ബസ് അങ്ങനല്ല, എല്ലാവരും കൂടെ പോകുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം തന്നെയായിരുന്നു. ചിലർ പറയത്തില്ലേ, പോകുന്ന സ്ഥലങ്ങളെല്ലാം കൂടെ ഉള്ളവരുടെ ഒരു ഇതാണെന്ന് പറയത്തില്ല. ആകെ ഏകദേശമൊക്കെ കറക്റ്റാണ്. എന്നാലും നല്ല സ്ഥലം. വാഗമണ്ണും പൈൻ ഫോറസ്റ്റും പിന്നെ പരുന്തുംപാറയും കുറേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പോകാനും കാണാനും ഒക്കെ. പൈൻ ഫോറസ്റ്റ് നല്ല രസമുണ്ടായിരുന്നു. അവിടെ നിന്ന് റീൽസൊക്കെ എടുക്കാനാണെങ്കിലും നല്ല. അവിടെ താകിയിട്ട് മൊത്തവും കടകളെ. കുഞ്ഞു പിള്ളേരെയും കൊണ്ട് പോകുമ്പോൾ പിന്നെ ഒരു സൈഡ് വലിവ് കാണും അങ്ങോട്ട്. എന്തായാലും മേടിക്കാതെ വരത്തില്ല, എന്നാലും ഒരെണ്ണം മേടിച്ച് കൊടുത്തല്ലേ പറ്റത്തുള്ളൂ, അല്ലേ പിന്നെ നമുക്ക് ചെവി തല കേൾക്കാൻ പറ്റത്തില്ല. അത് ആ പ്രായത്തിൻ്റെ ഒരിതാണ്. നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ആണെങ്കിൽ നമ്മൾ മേടിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞൊരു പൈനാപ്പിളൊക്കെ കഴിച്ച് ഉപ്പിലിട്ടൊക്കെ നിറയെ കാണുമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഏലക്കയും കായവും തേയിലപ്പൊടിയും ചായപ്പൊടി അത്ര കടുപ്പമൊന്നുമില്ല. നമ്മൾ കടുപ്പത്തിന് ആൾക്കാരാണ്. അത്ര കടുപ്പമില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല അവിടുത്തെ ആകുമ്പോൾ. അത് കഴിഞ്ഞ് പരുന്തുംപാറയിൽ പോയി കേട്ടോ. പണ്ടൊരു വട്ടം പോയപ്പോൾ ഭയങ്കര പച്ചപ്പ് നിറഞ്ഞ സ്ഥലമായിരുന്നു. ഇപ്പോൾ വെയിലൊക്കെ തന്നെ കഴിഞ്ഞ് ഉണങ്ങിയൊക്കെ ഇരിക്കും. നല്ല ആകാശം കണ്ടോ. എന്നാലും അവിടെയൊക്കെ പോയി നല്ല കുറച്ച് മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഒരു കോളിഫ്ലവറിൻ്റെ ബജ്ജിയും ചായയൊക്കെ കുടിച്ച് പിന്നെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ കുറച്ച് കലാവിരുദ്ധമൊക്കെ കണ്ടും വൈബൊക്കെ അടിച്ച് കഴിഞ്ഞ് രാത്രി ആയപ്പോൾ ഈ ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ അടിച്ച് പൊറോട്ടയും ചിക്കൻ കറിയായെന്ന് തോന്നുന്നു. ആയിരുന്നു. അതൊക്കെ കഴിച്ച് കൂടെ ഉള്ളവരോടൊക്കെ സംസാരിച്ച് നല്ലൊരു യാത്ര സമ്മാനിച്ചതിന് ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞു. ബസ്സിൽ കയറി പാട്ടവും കുഞ്ഞു ഉണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനെ അത്രയ്ക്കങ്ങ് ചാടാനൊന്നും പറ്റില്ല, എന്നാലും നമ്മൾ എൻജോയ് ചെയ്തു മാക്സിമം. ബൈ.